എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സാധാരണമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ പിന്നിലെ ആത്മീയ അർത്ഥം പലർക്കും അറിയാറില്ല. നമ്മളിൽ പലരും ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ രാവിലെ വിളക്ക് വെച്ച് ഭഗവാനെ സ്മരിക്കും. ചിലർ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് കൈകൂപ്പി നിൽക്കും. ചിലർ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ചിലർ സ്വന്തം വീട്ടിലെ പൂജാമുറിയിൽ ഇരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ദൈവത്തിലേക്ക് സമർപ്പിക്കും. എന്നാൽ ആ പ്രാർത്ഥനയുടെ നടുവിൽ തന്നെ ചില വിചിത്ര അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാറില്ലേ? പെട്ടെന്ന് കോട്ടുവ വരിക, കണ്ണുകൾക്ക് ഭാരം തോന്നുക, ശരീരത്തിലൊരു ക്ഷീണം പടരുക, എന്തോ മനസ്സ് നൊന്ത് കണ്ണു നിറയുക, ചിലപ്പോൾ കാരണമില്ലാതെ നെഞ്ച് കനക്കുന്നത് പോലെ തോന്നുക, ചിലപ്പോൾ ആരോടും പറയാൻ പറ്റാത്തൊരു വികാരം ഉള്ളിൽ നിറയുക. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സോടെ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ട്. ചിലർ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന പകുതിയിൽ നിർത്തും. ഇന്ന് ശരിയില്ല, നാളെ പ്രാർത്ഥിക്കാം എന്ന് മാറ്റിവെക്കും. പക്ഷെ ആത്മീയമായി നോക്കുമ്പോൾ പലർക്കും വിശ്വാസമുണ്ട്. ചില നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സും ആത്മാവും ഈശ്വരനുമായി കൂടുതൽ അടുത്തു ചേരാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ ചില മാറ്റങ്ങൾ സ്വാഭാവികമായി അനുഭവപ്പെടും എന്ന്. നമ്മുടെ ശരീരം ഭൂമിയിലെ ഘടകങ്ങളാൽ ഉണ്ടാക്കിയതാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് അത് ദൈവീകമായ ഒരു ശക്തിയാണെന്ന് പുരാതന വിശ്വാസങ്ങൾ പറയുന്നു. ആ ആത്മാവ് ഈശ്വര സാന്നിധ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ ചിലർക്ക് ശാന്തി വരും, ചിലർക്ക് കണ്ണുനീർ വരും, ചിലർക്ക് ക്ഷീണം വരും, ചിലർക്ക് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൂടുന്നത് പോലെ തോന്നാം. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥനയ്ക്കിടെ വരുന്ന കോട്ടുവ, ഉറക്കം, ക്ഷീണം, കണ്ണുനീർ ഇതെല്ലാം ആത്മീയമായി എങ്ങനെ മനസ്സിലാക്കാം, അതിനെ ഭയപ്പെടാതെ എങ്ങനെ മുന്നോട്ട് പോകാം, പ്രാർത്ഥനയുടെ ശക്തി ജീവിതത്തിൽ എങ്ങനെ നിലനിർത്താം എന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ അവസാനം വരെ കേൾക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഏറെ കാലമായി മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. മനസ്സ് ശാന്തമാക്കി ഭഗവാനെ ഓർത്ത് നമുക്ക് തുടങ്ങാം. പ്രാർത്ഥന എന്നത് പലർക്കും ഒരു ശീലം മാത്രമല്ല, അത് ദിവസത്തിൻ്റെ തുടക്കമാണ്. ചിലർക്കത് ആശ്വാസമാണ്, ചിലർക്കത് കരുത്താണ്. ലോകം മുഴുവൻ നമ്മളെ മനസ്സിലാക്കാതെ പോയാലും ഒരു ശക്തി നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രാർത്ഥന എപ്പോഴും നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സ് വളരെ സത്യസന്ധമാകുന്നു. നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിക്കാത്ത വേദന പോലും അപ്പോൾ ഭഗവാനോട് തുറന്നു പറയാറുണ്ട്. എനിക്ക് കരുത്ത് തരണമേ, ഈ വിഷമം മാറട്ടെ, കുടുംബത്തിന് സമാധാനം വേണം, കാത്തിരിക്കുന്ന കാര്യം നടക്കണം. ഇങ്ങനെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൻ്റെ ഏറ്റവും സത്യമായ ഭാഗത്ത് നിന്നാണ് വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്നൊരു കോട്ടുവ വരാം. ചിലപ്പോൾ ഒന്നല്ല, തുടർച്ചയായി വരാം. ചിലർക്ക് അപ്പോൾ തോന്നും, എൻ്റെ ശ്രദ്ധ പോയി, ഇത് നല്ല ലക്ഷണമല്ല, ഇന്ന് പ്രാർത്ഥന വേണ്ട. എന്നാൽ ആത്മീയമായി പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. മനസ്സ് ഭഗവാനിലേക്ക് മുഴുവൻ തിരിയുമ്പോൾ ഉള്ളിലെ അസ്വസ്ഥതകളും ഭാരങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും. നമ്മൾ ഒരുപാട് നാളായി വഹിച്ചിരുന്ന പേടി, വിഷമം, മാനസിക ക്ഷീണം അതെല്ലാം ശരീരത്തിലും പ്രകടമാകാം. അതുകൊണ്ട് വരുന്ന കോട്ടുവ ചിലർക്കൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. നിർത്തരുത്, മുന്നോട്ടു പോ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറയാം. നമ്മൾ കരയാൻ വിചാരിച്ചിട്ടല്ല, പക്ഷേ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സലിഞ്ഞു പോകും. എത്ര ശക്തനായ ആളായാലും ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന വിഷമം പുറത്തേക്ക് വരാം. അത് ബലഹീനതയല്ല, പലർക്കും അതൊരു ആത്മീയ ശുദ്ധീകരണം പോലെയാണ് തോന്നുന്നത്. ചില കണ്ണീരുകൾക്ക് കാരണം പറയാൻ പറ്റില്ല, പക്ഷേ അതിനുശേഷം മനസ്സ് ലഘുവായിരിക്കും. അതാണ് പലർക്കും വലിയ അനുഭവമായി തോന്നുന്നത്. ഇനിയും ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാകും ഫോൺ മുഴങ്ങുക. അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ അപ്പോഴാണ് ഓർമ്മ വരിക. ആരെങ്കിലും വന്ന് സംസാരിക്കും, മനസ്സ് മറ്റെവിടെയോ പോകും. അതൊക്കെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമാകാം. പക്ഷേ ആത്മീയമായി നോക്കുമ്പോൾ അതിനെ ഒരു പരീക്ഷണമായി കാണും. നിന്റെ ശ്രദ്ധ എവിടെയാണ് എന്ന് ജീവിതം ചോദിക്കുന്ന നിമിഷം പോലെ. അപ്പോൾ പലരും ചെറിയൊരു തീരുമാനമെടുക്കും. ഈ 5 മിനിറ്റ്
ഞാൻ ഭഗവാനോടൊപ്പം ഇരിക്കും. ആ തീരുമാനത്തിനുള്ളിൽ തന്നെയാണ് പ്രാർത്ഥനയുടെ ശക്തി. കർമ്മഫലത്തെക്കുറിച്ച് പലർക്കും പല വിശ്വാസവുമുണ്ട്. ചിലർക്ക് കാര്യം വേഗം നടക്കും, ചിലർക്ക് വർഷങ്ങളോളം കാത്തിരുന്നിട്ടേ കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്ന്. പക്ഷേ ചില അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ പക്വത ഉള്ളവരാക്കി തീർക്കും. ചില വൈകലുകൾ നമ്മളെ ഉള്ളിൽ ശക്തരാക്കും. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കാൻ സമയമെടുക്കും. പ്രാർത്ഥന ആ കാത്തിരിപ്പിനെ സഹിക്കാൻ സഹായിക്കുന്നു. പലർക്കും വലിയ മാറ്റങ്ങൾ വരുന്നതിന് മുൻപ് ജീവിതം കൂടുതൽ പരീക്ഷിക്കുന്നത് പോലെ തോന്നും. കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലെന്ന് തോന്നാം, മനസ്സ് തളരും. എന്നാൽ ചില ആത്മീയ വിശ്വാസങ്ങളിൽ പറയുന്നത് വെളിച്ചം അടുത്തു വരുമ്പോൾ ഇരുട്ട് കൂടുതൽ കനക്കുന്നത് പോലെ അനുഭവപ്പെടാമെന്നാണ്. അപ്പോൾ പ്രാർത്ഥന ഉപേക്ഷിക്കാതെ പിടിച്ചു നിൽക്കണം. കാരണം നമ്മളെ താങ്ങുന്നത് ചിലപ്പോൾ ഉത്തരമല്ല, വിശ്വാസമാണ്. രാവിലെ വിളക്ക് വെക്കുന്നവർക്കറിയാം ആ നിമിഷത്തിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ അതിൻ്റെ സമാധാനം വേറെയാണെന്ന്. ചെറിയൊരു ജ്വാല മാത്രമാണ്, പക്ഷേ അതിലേക്ക് നോക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ വെളിച്ചം ഉള്ളിൽ പ്രതീക്ഷ കൊടുക്കും. അതുകൊണ്ട് തന്നെ ദിവസവും ഒരേ സമയം കുറച്ച് നിമിഷം ഭഗവാനെ ഓർക്കുന്നത് പലർക്കും വലിയ കരുത്താണ്. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാൻ ഒരു നല്ല വാക്കുണ്ട്, എനിക്ക് താങ്ങാൻ കഴിയുന്നത്ര മാത്രം പരീക്ഷണം തരണമേ, അതിലൂടെ നടക്കാൻ കരുത്തും തരണമേ. ഈ ഒരു പ്രാർത്ഥന പലരുടെ മനസ്സിൽ വലിയ സമാധാനം നൽകാറുണ്ട്. കാരണം ജീവിതം മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷെ അതിലൂടെ നടക്കാനുള്ള മനസ്സ് നമുക്ക് ലഭിക്കാം. അതുകൊണ്ട് അടുത്ത തവണ പ്രാർത്ഥിക്കുമ്പോൾ കോട്ടുവ വന്നാൽ, അല്ലെങ്കിൽ കണ്ണ് നിറഞ്ഞാൽ, ശരീരം ക്ഷീണിച്ചാൽ അതുകൊണ്ട് നിർത്തേണ്ടതില്ല. കുറച്ചു നേരം ശാന്തമായിരിക്കാം. ഒരു ആഴമുള്ള ശ്വാസം എടുക്കാം, അതായത് ഒരു ദീർഘശ്വാസം എടുക്കുക. മനസ്സ് വീണ്ടും ഭഗവാനിലേക്ക് കൊണ്ടുവരിക. ചില നിമിഷങ്ങൾക്കു ശേഷം ഉള്ളിൽ വലിയ ശാന്തി നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും. അതാണ് പലരും തേടുന്നത്. പ്രാർത്ഥനയുടെ ശക്തി എല്ലായ്പ്പോഴും പുറത്ത് കാണാൻ പറ്റുന്ന ഒന്നല്ല. ചിലപ്പോൾ അത് ഉള്ളിൽ പതിയെ വളരുന്ന ഒരു ധൈര്യമാണ്. ചിലപ്പോൾ സഹിക്കാൻ കിട്ടുന്ന കരുത്താണ്. ചിലപ്പോൾ ഒരു ദിവസം എല്ലാം ശരിയാകുമെന്ന ഉറപ്പാണ്. ആ ഉറപ്പാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് പറഞ്ഞ ഓരോ കാര്യവും നിങ്ങൾക്ക് നേരിട്ട് അനുഭവമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇനി ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മ വരാം. ചില അനുഭവങ്ങൾ ശാസ്ത്രീയമായി വിശദീകരിക്കാം, ചിലത് മനസ്സിന്റെ പ്രതികരണമാകാം, ചിലത് വിശ്വാസത്തിന്റെ ഭാഗമാകാം. പക്ഷെ ഒരു കാര്യം പലർക്കും ഒരുപോലെയാണ്. മനസ്സ് സത്യമായി പ്രാർത്ഥിക്കുന്ന നിമിഷം ഉള്ളിൽ എന്തോ മാറുന്നത് പോലെ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. ജീവിതം ഒരിക്കലും എളുപ്പമല്ല. എല്ലാവർക്കും അവരുടേതായ പോരാട്ടങ്ങളുണ്ട്. ചില വേദനകൾ പറയാൻ പോലും പറ്റില്ല. ചില കാത്തിരിപ്പുകൾ വളരെയധികം നീളും. ചില പ്രാർത്ഥനകൾക്ക് മറുപടി വൈകും. എന്നാൽ ആ വൈകുന്ന സമയത്തും പ്രാർത്ഥന നമ്മളെ കൈവിടാതെ പിടിച്ചു നിർത്തും. അതാണ് അതിൻ്റെ വലിയ ശക്തി. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വരുന്ന ചെറിയ തടസ്സങ്ങളെ ഒരിക്കലും ഭയക്കേണ്ടതില്ല. മനസ്സ് തളർന്നാലും വീണ്ടും തുടങ്ങാം. ഒരു ദിവസം കഴിയില്ലെങ്കിൽ അടുത്ത ദിവസം തുടങ്ങാം. ഒരു നിമിഷം മാത്രമായാലും സത്യമായി ഭഗവാനെ ഓർക്കാം. കാരണം വലിയ കാര്യങ്ങൾ പലപ്പോഴും ചെറിയൊരു വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇന്നൊരു ഭാരമുണ്ടെങ്കിൽ അത് ഭഗവാനോട് പറയുക. പറയാൻ ആരുമില്ലെങ്കിൽ പോലും ഉള്ളിലെ ശബ്ദം മതി. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കൂ. മറുപടി എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല, പക്ഷേ വിശ്വാസത്തോടെ നടന്ന ഓരോ ചുവടിനും അർത്ഥമുണ്ടാകും. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും മനസമാധാനവും നല്ല ദിവസവും ലഭിക്കട്ടെ. വീട്ടിൽ സന്തോഷം നിറയട്ടെ. കാത്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ശരിയായ സമയത്ത് എത്തട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്നും കാത്തു സൂക്ഷിക്കട്ടെ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.